ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിന്ന് അവിടെ സുഖമാണ് കേട്ടോ. അങ്ങനെ ഇന്നും ഒരു രാവിലത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ ഉറങ്ങി എണീറ്റ ഉടനെ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അടുക്കളയിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ചായക്ക് വെള്ളം വെച്ചിട്ട് വന്നതാണ് കേട്ടോ. എന്നിട്ടാണ് ബെഡൊക്കെ ഒതുക്കണത്. ഏട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞതും വേഗം പോവും, വർക്കുണ്ട് എന്ന് പറഞ്ഞു. ബാക്കിയുള്ള അംഗം മുഴുവൻ ഞാനും പിള്ളേരും കൂടെയാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അടുക്കളയ്ക്ക് പോട്ടെ. ഏട്ടന് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ടേ വേഗം ചായ വെക്കാമെന്ന് പറഞ്ഞിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചതാണ്. ചോട്ടും അപ്പോഴേക്കും തന്നെ ഉള്ളിൽ വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ സാധാരണ നായയൊക്കെ വളർത്തുന്നത് നമുക്ക് പുറത്ത് കാവൽ കിടന്ന് നമ്മളെ നോക്കാനാണ്. പക്ഷെ ഇതിപ്പോൾ ചോട്ടുവിനെ നോക്കാൻ നമ്മൾ പുറത്ത് പോയിരിക്കണം. ചോട്ടു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ രാവിലേക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കുറച്ച് ചിക്കൻ്റെ പാർട്സ് ഉണ്ടല്ലോ, അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അന്ന് പൊങ്കലിന് വാങ്ങിയതിൻ്റെ. അപ്പോൾ അതും കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇന്ന് വരിക്കുട്ടിയുടെ സ്കൂളിലേക്കൊന്ന് പോകാനുണ്ട്. അപ്പോൾ വരിക്കുട്ടീനെ വേഗം വിളിച്ചെണുത്തിയിട്ട് അവൻ വേഗം ചായ എണീറ്റ ഉടനെ ചായ വന്ന് കുടിച്ചതാണ് കേട്ടോ. അവനെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കും. ഞങ്ങൾ കുടിച്ചിട്ട് അവനൊരു ഗ്ലാസ് എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ആൾ വന്ന് വേഗം ചായ കൂടി കഴിഞ്ഞിട്ട് കുളിക്കാനും റെഡിയാവാനൊക്കെ പറഞ്ഞതാണ്. പല്ലേക്കാനൊക്കെ പോയി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അങ്ങനെ വേഗം തന്നെ കരൾ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തട്ടിക്കൂട്ടല്ലേ വേണ്ടുള്ളൂ. കൈയോടെ തന്നെ ഉച്ചയ്ക്കിലേക്കുള്ള ലഞ്ചിൻ്റെ പരിപാടികളും ഒക്കെ തീർത്ത് കഴിഞ്ഞാൽ സ്കൂൾ പോയി വന്നും കൊണ്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് സവോള തക്കാളി. അപ്പോഴേക്കും കുഞ്ഞാറ്റ തറവാട്ടിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അവന് ഇഷ്ടപ്പെടാത്ത എന്തോ ഉണ്ടാക്കി, ഉപ്പുമാവ് എന്തോ ആണെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശമില്ല, ഏട്ടനില്ലല്ലോ. പിന്നെ കുഞ്ഞാറ്റ തറവാട്ടിൽ ഉപ്പുമാവാണ് വിശക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു. ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണത്. ഈ പാർട്സിൻ്റെ കറിയൊന്നും ഉണ്ടാക്കണമല്ലോ. ചിക്കൻ പിന്നെ ചപ്പാത്തിക്ക് കടലക്കറി വേണം, ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മസാല വേണം. ഉരുളക്കിഴങ്ങ് കൂടുതലില്ല, കടല ഇന്നലെ വെള്ളത്തിലിട്ടില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് എല്ലാം വേഗം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴേക്കും ഇവിടെ ഒരാൾ വിശന്ന് എന്നെ ഇങ്ങനെ ഭ്രായിക്കൊണ്ടിരിക്കണം. സമയമായേ, വിശക്കാനുള്ള സമയമൊക്കെ ആയി. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ടാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ പോയി. അവിടെ ആകുമ്പോൾ 6-7 മണിയാകുമ്പോഴേക്കൊക്കെ ടിഫനാവും. എന്താണെങ്കിലും ആവും. ഇഡലി, ബ്രേക്ക്ഫാസ്റ്റ്, ദോശ എന്താണെങ്കിലും, ചപ്പാത്തി ആണെങ്കിലും എന്താണെങ്കിലും 7 മണിയാകുമ്പോഴേക്കൊക്കെ അവിടെ ആവും. എൻ്റെ ഇവിടെ ഒരു 8-8:30 ആവുമല്ലോ. അതുകൊണ്ടാണ് ആശാൻ ഇവിടെ നിന്ന് കഴിക്കാതെ അവിടെ പോയി കഴിക്കുന്നത്. അപ്പോൾ അവിടെ ഉപ്പുമാവായതുകൊണ്ട് 7 മണി കഴിഞ്ഞിട്ടല്ലേ ഇവിടെ വന്ന് പറയുന്നത്. എന്നിട്ടാണ് പിന്നെ ഞാൻ ചപ്പാത്തിക്ക് ഒഴിച്ച് വെച്ച് കറി ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കാൻ പോണതൊക്കെ. എനിക്ക് അങ്ങനെ ടിഫനൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത്. എൻ്റെ അമ്മയൊന്നും ചപ്പാത്തിയൊന്നും ഉണ്ടാക്കില്ല. എൻ്റെ അമ്മയ്ക്കും ചപ്പാത്തി ഉണ്ടാക്കാനൊന്നും അറിയില്ല കേട്ടോ. ഇപ്പം ഇവിടെ വന്നിട്ട് ഏട്ടൻ്റെ അമ്മയാണ് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നൊന്നുമല്ല, അമ്മ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ നോക്കി പിന്നെ ഞാനും അതുപോലെ ചെയ്യാൻ തുടങ്ങിയത്. അമ്മ എപ്പോഴും ഇങ്ങനെ എണ്ണ തടവിയിട്ട് ഇങ്ങനെയാണ് ഞാൻ ഈ ചെയ്യണ ഇതേപോലെ തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. മാവ് കുഴച്ചും കൊണ്ട് എണ്ണ തടവിയിട്ട് പരത്തും, അങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ അതേ തന്നെയാണ് ഞാൻ ചെയ്തു വന്നതും. ഒരു കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ചപ്പാത്തി കിട്ടാറുണ്ട്. പിന്നെ സോഫ്റ്റായിട്ട് ചപ്പാത്തി കിട്ടുമ്പോൾ പിന്നെ നമുക്ക് വേറെ രീതിയിൽ ഉണ്ടാക്കണം, പൊടിയിട്ട് കുഴച്ച് ഉണ്ടാക്കണം എന്നുള്ളത് ട്രൈ ചെയ്യണമെന്നില്ലല്ലോ. പൊടിയിട്ട് കുഴയ്ക്കുമ്പോൾ ഈ ദോശക്കല്ലിലൊക്കെ പൊടിയാവും, അതിങ്ങനെ കരിഞ്ഞ് വരും. ഇങ്ങനെ ആകുമ്പോൾ അതൊന്നുമില്ല. ഇത് എല്ലാവരുടെയും അല്ല, എൻ്റെ കാര്യമാണ് കേട്ടോ. എനിക്ക് ഇത് തന്നെയാണ് കംഫർട്ടായിട്ടുള്ളത്, ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ 2 ചപ്പാത്തി ഉണ്ടാക്കി കുഞ്ഞിക്ക് കഴിക്കാൻ കൊടുത്തു. ഇവിടെ തന്നെ ഇരുന്ന് അടുക്കളയിൽ തന്നെ ഇരുന്ന് എന്നോട് അംഗം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ചക്കക്കുരു മുരിങ്ങക്കായ കറി വയ്ക്കാനുണ്ട്. അതും ലഞ്ചിനുള്ളതേ, അതും കൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചായ ഉണ്ടാക്കാൻ വരുമ്പോൾ തന്നെ ഞാൻ ചോറിന് വെള്ളം വയ്ക്കാറുണ്ട്. പിന്നെ അരി ഇടുമ്പോഴേക്കും അതൊപ്പം തന്നെ തിളച്ച് ചാങ്സറിൽ മാറ്റിയിട്ടുണ്ടാവും. ബാക്കിയുള്ള പണികളൊക്കെ അത് ചാങ്സറിലിരുന്ന് വേഗം വയ്ക്കും. ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് ചെയ്താൽ മതിയല്ലോ. എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചായൻ്റെ ഒപ്പം തന്നെ ഞാൻ ചോറിന് വെള്ളം വയ്ക്കും. പിന്നെ മുരിങ്ങക്കായ ചക്കക്കുരു വെന്തതിന് ശേഷം കുക്കറിലൊന്നും വെച്ചില്ല, ചക്കക്കുരു ഇങ്ങനെ തന്നെ വേവിക്കാമെന്ന് പറഞ്ഞിട്ട് ചക്കക്കുരു വെന്തതിന് ശേഷം മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും അടുത്ത അയാൾ എന്നെ കുഞ്ഞ് എന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് വിശപ്പ് മാറിയില്ല, ഇനിയും വേണം പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും പെട്ടെന്ന് തന്നെ
ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണല്ലേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ വേഗം രണ്ടെണ്ണം അവൻ ഉണ്ടാക്കി കൊടുത്ത് ചൂട് കുറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ടുണ്ട്. പിന്നെ വരിക്കുട്ടിക്കും കഴിക്കാൻ കൊടുക്കണം. രണ്ടാൾക്കും ചൂട്ടോടെ തന്നെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് വന്നപ്പോൾ കുഞ്ഞിക്ക് വേഗം ഉണ്ടാക്കി കൈയോടെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ എനിക്കൊരു 4 ഉണ്ടാക്കി വെക്കണം. 4 പറയുമ്പോൾ ഒരു ഫ്ലോയിനെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തി ഉണ്ടാക്കും പിന്നെ എന്തായാലും എനിക്കും കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോറ് കഴിച്ചില്ല. ഈ കരളിൻ്റെ കറിയല്ലേ, അപ്പോൾ പിന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി തന്നെ ഞങ്ങൾക്ക് 3 ആൾക്കും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ തന്നെയാണ്. പിന്നെ ബാക്കി മാവിനെ ഞാൻ അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റി. ചപ്പാത്തി മാവ് കുഴച്ച് വെച്ച മാവില്ലേ, അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് രാത്രിക്കും ഡിന്നറിന് ചപ്പാത്തി തന്നെ ഉണ്ടാക്കാമല്ലോ എന്ന്. ഇതിൻ്റെ ഒരു ഷോർട്ട്സ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കളയിലെ പണികളൊക്കെ തീർത്തതിന് ശേഷം കറി വെച്ച് എല്ലാം ചോറും എല്ലാം ആയല്ലോ. എന്നിട്ടാണ് അടിച്ചു വാരാൻ വരുന്നത്. അടിച്ചു വാരാനും കുളിക്കാനും തുണികൾ കഴുകാനും അങ്ങനെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം അടിച്ചു വാരൽ മാത്രം ചെയ്തിട്ട് സ്കൂളിൽ പോകണം. സമയമായി 10:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം എന്ന് പറഞ്ഞാണ്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായി, എന്നാലും കുഴപ്പമില്ല. ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് വീഡിയോ എടുക്കലും നമുക്ക് സാധാരണ പണികൾ ചെയ്യും പോലെയല്ല, വീഡിയോ എടുക്കും കുറച്ചും കൂടി സമയം വേണമല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ട്രൈപോഡും പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നേരെ വീഡിയോ എടുക്കാൻ ആകെ സങ്കടമായി. ട്രൈപോഡ് പൊട്ടിയപ്പോഴേ തുടയ്ക്കണമൊന്നുമില്ല, അടിച്ചു വാരൽ മാത്രമേ ചെയ്യണുള്ളൂ. സമയമായല്ലോ. അപ്പോൾ വന്നിട്ട് തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോവാണ്. തുണികൾ കഴുകിയിട്ടിട്ടാണ് കുളിക്കുന്നത് കേട്ടോ. തുണികൾ കഴുകിയിട്ട് എന്തായാലും നനയും. എന്നിട്ട് എപ്പോഴും ഞാൻ അങ്ങനെയാണ്, കുളിക്കലും തുണികൾ കഴുകിയിടലും ഒപ്പം തന്നെ ചെയ്യുള്ളൂ. കാരണം നനയുമല്ലോ. നനഞ്ഞു കഴിഞ്ഞ കൈയോടെ കുളി കഴിഞ്ഞ് ആ പണി കഴിഞ്ഞു. എന്നിട്ട് വന്നിട്ടാണ് ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത്. കഴിച്ച് കഴിഞ്ഞ് റെഡി ആയിട്ട് വേണം പോവാൻ. അപ്പോഴേക്കും വരിക്കുട്ടി റെഡി ആയിട്ടുണ്ട്. കുഞ്ഞി കളിക്കാൻ പോയിട്ടുണ്ട്. സ്കൂളില്ലല്ലോ, ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ പതുക്കെ എണീക്കലും പതുക്കെ എല്ലാം ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ടേ. പിന്നെ പെട്ടെന്ന് തന്നെ പോയി കുളിച്ചിട്ട് വരാം. അത് കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, സാധാരണ ഞാൻ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും എന്ത് കൊണ്ട് വന്നാലും എന്തായാലും ഒരു കിലോ 1.5 കിലോ ഒക്കെ അല്ലേ നമ്മൾ എന്താണെങ്കിലും വാങ്ങുള്ളൂ. വാങ്ങിക്കൊണ്ടുവന്ന ഉടനെ ഞാനത് ഫുള്ളും കറി വെക്കാറില്ല. എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് വെക്കും. അതായത് നാളെയോ മറ്റന്നെയോ അങ്ങനെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ പൊങ്കലിൻ്റെ എല്ലാം ഉണ്ടായിരുന്നല്ലോ ബാക്കി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നൊക്കെ ഇങ്ങനെ ഓരോ കറി വയ്ക്കാനുള്ളതും കിട്ടുന്നത്. അപ്പോൾ അതെ ഞാൻ പറഞ്ഞല്ലോ, ചോട്ട് ഫുൾ ടൈം ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ വരിക്കുട്ടി ആദ്യം റെഡിയായി ഇറങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ ചോട്ടുവിനെ ഒന്ന് ഇറക്കി വിട്ടിട്ട് വേണം വാതിൽ പൂട്ടി ഞങ്ങൾക്ക് പോവാൻ. കുഞ്ഞുണ്ട്, കുഞ്ഞ് കളിക്കാൻ പോവുക, അവൻ അങ്ങനെ വരുമൊന്നുമില്ല. വാതിൽ പൂട്ടിയാലും ഞാൻ താക്കോൽ ഇവിടെ തന്നെ വെച്ചിട്ടാണ് പോവുക. അത് കുഞ്ഞിക്ക് എവിടെ വെക്കണമെന്ന് അറിയാം. അപ്പോൾ അവൻ എടുത്ത് തുറന്നോളും. പിന്നെ അതേ സ്കൂളിലാണ് പോകേണ്ടത് വരിക്കുട്ടിക്ക്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ടൗണിൽ പോയി അവന് യൂണിഫോമൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് അപ്പോഴേക്കും നല്ല വെയിലും ചൂടും ഒക്കെ ആണല്ലോ. കണ്ടില്ലേ, വെയിലിൻ്റെ ചൂട് കാരണം പൂവൊക്കെ അങ്ങനെ വാടി തളർന്ന് നിൽക്കുകയാണ്. രാവിലെ ആകുമ്പോൾ നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ നിൽക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും അത് വാടി കഴിയും, അത്ര വെയിലാണ്. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് രാത്രിത്തെ പരിപാടികൾ. രാത്രിയും ഞാൻ പറഞ്ഞു ചപ്പാത്തി മാവ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ചപ്പാത്തി തന്നെ ഉണ്ടാക്കിയിട്ട് പൂരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുഞ്ഞു പറഞ്ഞു വേണ്ടമ്മ ചപ്പാത്തി തന്നെ മതി എന്ന് പറഞ്ഞു. വരിക്കുട്ടിക്കും പൂരിയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ശരി ചപ്പാത്തി തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ചപ്പാത്തിയും അന്ന് കറി വെച്ചതിന് കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കരളല്ല, സാധാരണ ചിക്കനാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ചിക്കനും കൂടെ കറി വയ്ക്കണം. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മൺചട്ടി, എനിക്ക് കുറച്ച് വലിയ മൺചട്ടി വേണം, അതിൽ ചിക്കൻ കറി വെക്കണമെന്ന്. ഞാൻ മൺചട്ടിയിൽ ചിക്കൻ കറി വെച്ചിട്ടില്ല. എപ്പോഴും ചെറിയ മൺചട്ടിയല്ലേ, അപ്പോൾ അതിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഇളക്കാനും എടുക്കാനും ഒന്നും പറ്റില്ല. ഞാൻ മൺചട്ടി വാങ്ങണ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. 2 മൺചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓൾറെഡി മയക്കിയതായിരുന്നു അവർ. പിന്നെ ഒരെണ്ണം ഞാൻ കൊണ്ടുവന്ന് മയക്കിയിട്ടുണ്ടായിരുന്നു. നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ മാറി നിൽക്കണം ഈ മൺചട്ടിയിൽ. ഇനി എനിക്ക് ചോറ് വയ്ക്കണ ഒരു ചട്ടിയും മൺചട്ടിയുടെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇങ്ങനെ ചിരട്ടത്തവി ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങണം പതുക്കെ വാങ്ങാം. പിന്നെ വൈകുന്നേരം ചപ്പാത്തി ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ വിളക്കൊക്കെ വെച്ചു. അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. വിളക്ക് വെച്ച് കുറച്ച് നേരം പുറത്തിരുന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. വിളക്ക് വെക്കുന്നത് കാണിച്ചില്ല, വെറുതെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ദേ സന്ധ്യ മയങ്ങി രാത്രി എല്ലാവരും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം പിന്നെയും സീറ്റ് ഔട്ടിൽ തന്നെ ഇരുന്നു. പണികളൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ട് കുറേ നേരം അടുക്കളയിൽ നിന്നതല്ലേ അതിൻ്റെ.
അപ്പോൾ ദേ ചെറുതും വന്ന് കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.